എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന രൂപത്തിൽ ഓരോ വിഷയത്തിലും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. നിങ്ങൾക്കിത് അറിയില്ലാത്തതല്ലോ. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കാരശ്ശേരി മാഷ് അടക്കമുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അത്തരത്തിലുള്ള പ്രവർത്തി തുടരും. അദ്ദേഹം പറഞ്ഞൊരു വാചകം, കേരള ചരിത്രത്തിൽ ഇത്രയും വലിയ തോൽവി ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടേ ഇല്ല എന്ന്. അങ്ങയുടെ ശ്രദ്ധ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ തോൽവിയും 17 സീറ്റിൽ CPM ഒതുങ്ങിയതുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒതുങ്ങുമ്പോഴും 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കേരളത്തിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു വന്നത് സമയം കിട്ടുമ്പോൾ കാരശ്ശേരി മാഷ് കേരളത്തിന്റെ ജനാധിപത്യ പോരാട്ടങ്ങളുടെയും തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രം ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ കൊള്ളാം. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ഞാൻ ആദ്യം ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഏതെങ്കിലും തരത്തിലൊരു റിവ്യൂ റിപ്പോർട്ട് അങ്ങ് തയ്യാറാക്കി ഇന്നതാണ് ഈ പരാജയത്തിന്റെ കാരണം എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയല്ല ഈ തവണ സ്വീകരിച്ചത്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഇവരുടെ ലക്ഷ്യം ഇടതുപക്ഷം മാത്രമല്ല. ആ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ അവരുടെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു തരത്തിലും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാത്ത, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമല്ലാത്ത അവിടെ കുടുംബാംഗങ്ങളെ പോലും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഫാസിസവും വലതുപക്ഷ ശക്തികളും എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചു കൊണ്ടിരുന്ന നിലപാടാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 വർഷം കൂടുമ്പോൾ പാർട്ടി കോൺഗ്രസും സമ്മേളനം ഒക്കെ നടക്കും. ഭാരവാഹികൾ വരും. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു മുഖ്യ അജണ്ടയല്ല. ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ഞങ്ങളുടെ പ്രഖ്യാപിത പാർട്ടി പരിപാടി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ വരുന്ന ഒരു രാഷ്ട്രീയ ഇടപെടലാണ് തെരഞ്ഞെടുപ്പ്. മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴേക്കും, ഒരു തോൽവി വരുമ്പോഴേക്കും ആ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ നടത്തുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, ഞങ്ങളുടെ നേട്ടങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഈ പാർട്ടിക്കാരെയും ഭരണക്കാരെയും നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാണ്. എനിക്ക് മനസ്സിലാവുന്നത്, തെറ്റ് തിരുത്താനാണെങ്കിൽ ആദ്യം തോറ്റു എന്നും തെറ്റുപറ്റി എന്നും അംഗീകരിക്കണം. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ആ അംഗീകാരത്തിന് ആദ്യം വേണ്ടത് സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാഷ് ആ സ്ഥാനം രാജിവെക്കുകയാണ്. എല്ലാ പാർട്ടികളും എല്ലാ നാട്ടിലും കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദയാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പരാജയം CPM-ന് വന്നപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാണ്? സംസ്ഥാന സെക്രട്ടറിയാണ്. കാരണം വൻ വിജയം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ മാന്യത, അതിന്റെ അന്തസ് അദ്ദേഹത്തിനാവുമായിരുന്നല്ലോ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. അപ്പോ ആ പത്രസമ്മേളനം ഞാൻ കണ്ടു. എനിക്ക് വളരെ തമാശ തോന്നി. തളിപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി KK ശ്യാമളയെ നിശ്ചയിച്ച് കണ്ണൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയാണെന്ന് അദ്ദേഹം പറയുന്നത്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. അദ്ദേഹത്തിന് പറഞ്ഞാൽ മതിയല്ലോ അവളെ നിർത്തണ്ട, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ. അപ്പൊ ഇതൊക്കെ ആരെ കബളിപ്പിക്കാനാണ്? ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് ചാനൽ ചർച്ചകളിൽ ഞാൻ അടക്കമുള്ള എത്രയോ ആളുകൾ ഫേസ്ബുക്കിൽ, വാട്സാപ്പിൽ, യൂട്യൂബില്, ഇൻസ്റ്റഗ്രാമിലൊക്കെ എത്രയോ ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. നീയൊക്കെ കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. അന്ന് ഞാൻ അടക്കമുള്ള ആളുകളെ കഴിയുന്നത്ര തെറി പറഞ്ഞ് നിശബ്ദരാക്കാനാണ് ഇവർ ശ്രമിച്ചത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസില് ഒരൊറ്റ പ്രതിക്കും 90 ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കാത്ത കാര്യം കൊണ്ട് സ്വാഭാവികമായി അവർ ജാമ്യം നേടിപ്പോയി. തൊണ്ടി മുതൽ കണ്ടു കിട്ടിയിട്ടില്ലല്ലോ. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഇതൊക്കെയല്ലേ തെറ്റെന്ന് പറയുന്നത്. അപ്പോ അതൊരു വിശ്വാസികളുടെയോ അയ്യപ്പ ഭക്തന്മാരുടെയോ ഒന്നും പ്രശ്നമല്ല. അത് ഈ നാട്ടിലെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ്, കളവ് കേസാണ്. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ. അല്ലാതെ ഹൈന്ദവ ഭക്തിയുടെയോ അയ്യപ്പ ഭക്തിയുടെയോ ഒന്നും കാര്യമല്ല. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന്, എനിക്ക് അറിഞ്ഞൂടാ, സ്വർണം ഒരു ദേവാലയത്തിൽ നിന്ന് കളവ് പോയി. എന്നിട്ട് അയ്യപ്പ സംഗമം അതിനു മുമ്പ് നടത്തി. അതെന്തിനാ നടത്തിയത്? എന്നെ സംശയിക്കരുത്,
നായർ ഈഴവ സഖ്യം ഉണ്ടാക്കാനുള്ള വേദി ഒരുക്കിയത്. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? പ്രധാനപ്പെട്ട നേതാവല്ലേ AK ബാലൻ. അദ്ദേഹം എന്താ പ്രവചിച്ചത്? UDF ഒരു ഭരണം കിട്ടിയാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്ത് ജമാഅത്തെ ഇസ്ലാമി ആയി. 1 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം വർഗീയതയുടെ വോട്ടാണെന്ന്. ഇപ്പൊ പറയുന്നത് BJPയുടെ വോട്ടാണ്. അവർക്ക് തന്നെ ഒരു തീർച്ചമൂർച്ചയില്ല. അയ്യപ്പ സംഗമം നടത്തിയപ്പോ അന്നത്തെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുഴുവൻ അസംബന്ധമായിരുന്നു, അബദ്ധമായിരുന്നു. അത് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും വിരോധം വളർത്തിയിട്ട് ഇവിടെ BJP വളർത്താനുള്ള നിലവൊരുക്ക് അദ്ദേഹം ചെയ്തു. പ്രശ്നമാക്കണ്ടെന്നോ? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യം തുടക്കം വെക്കുന്നത്. അതൊന്നും ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം ലീഗിനെയാ വിമർശിച്ചത്. ലീഗിനെല്ലോ വിമർശിച്ച്, ലീഗിനെ വിമർശിച്ചിട്ടുണ്ട്, വിമർശിക്കാം. മുസ്ലിങ്ങളെ വിമർശിക്കാം. പക്ഷെ കാര്യമുള്ളൂ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഈഴവന്മാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ ജാതി വർത്താനം പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. അങ്ങനെ ഒരു സ്ഥിതി അവിടെ ഇല്ല. അവിടെ ഇല്ല നമുക്കൊക്കെ അറിയാം. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി അയ്യപ്പ സംഗമത്തിൽ വെച്ചിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ ശ്രീ പിണറായി വിജയൻ ഭക്തനാണ്. അതിനിതുവരെ അദ്ദേഹം മിണ്ടിയില്ലല്ലോ. എന്താ മിണ്ടാത്തത്? അതൊക്കെ ഹിന്ദു വികാരത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. അപ്പോ പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ എന്തൊക്കെ അസംബന്ധങ്ങൾ, എന്തൊക്കെ അനാവശ്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആവർത്തിക്കുന്നത് മഹാ അലമ്പാണ്. അതൊക്കെ ഇവർക്ക് ഇപ്പോഴാണ് തിരിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇതൊരു സാമർത്ഥ്യമാണ്. അത് അന്ന് തിരിയായിരിക്കാൻ മാത്രം പൊട്ടന്മാരാണ് ഇവരൊക്കെ. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ബാങ്ക് ഉള്ളത്? പയ്യന്നൂരിൽ അല്ലെങ്കിൽ തളിപ്പറമ്പിൽ. അവിടെയൊക്കെ പറഞ്ഞതല്ലേ കുഞ്ഞികൃഷ്ണനെ, അതായത് ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച മധുസൂദനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയ കുഞ്ഞികൃഷ്ണനെ M സ്വരാജ് വിളിച്ചത് കള്ളൻ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. സ്വന്തം പാർട്ടിക്കാർ വോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചപ്പോൾ MLA ആക്കി. അപ്പൊ അന്ന് TK ഗോവിന്ദ മാഷ് എന്താ ചോദിച്ചത്? എന്തുകൊണ്ട് ഒരു സ്ത്രീ വേണമെന്നുണ്ടെങ്കിൽ അത് ശ്യാമള വേണമെന്നുണ്ടോ, സുകന്യ പോരെന്ന് ചോദിച്ചു. അതിന് മറുപടി ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. അപ്പൊ ഇവര് പറയുന്നത് ഇവരുടെ അണികൾക്ക് വിശ്വാസമില്ല. പിന്നെ ഇപ്പോ ഇത് ആത്മാർത്ഥമാണ് എന്ന് ഞാൻ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പോലെ വിചാരിക്കുന്ന കുറെ ആളുണ്ടാവും. MV ഗോവിന്ദ മാഷി പത്രസമ്മേളനം നടത്തല്ലേ വേണ്ടത്? അദ്ദേഹം ആദ്യം രാജിവെക്കണം. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പോരായ്മകളുടെ, വീഴ്ചകളുടെ, പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ അധികവും തനിക്ക് ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം രാജിവെക്കണം. പിന്നെ രാജിവെക്കേണ്ട ഒരാള് ശ്രീ പിണറായി വിജയനാണ്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.